ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണിത്. കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കേണ്ട സമയം 50 ദിനങ്ങൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിനങ്ങളാണ്. വലിയ നോമ്പ് എന്ന് പറയുമ്പോൾ വലിയവനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന യാത്രയാണ്. ഈ യാത്രയിൽ നമുക്കുള്ള ദുശീലങ്ങൾ മദ്യപാനമാകാം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാകാം, മടി, അലസത, നിസ്സംഗത മനോഭാവം, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ശീലങ്ങൾ, മുതിർന്നവരിലാണെങ്കിൽ സീരിയലുകൾ കാണുന്നത്, അതുപോലെ തന്നെ കുട്ടികളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഇൻ്റർനെറ്റ്, അതുപോലെ മിഠായി, അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം, ഇതൊക്കെല്ലാം ഒഴിവാക്കി അവിടെ ആ ദുശീലങ്ങൾ ഒഴിവാക്കി ആ സ്പേസിൽ ദൈവിക ചൈതന്യം നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം ഈ നോമ്പുകാലം. ചിലർ ചോദിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നോമ്പെടുക്കുന്നതെന്ന്. നോമ്പും ഉപവാസവുമാകുന്ന ചിറകിന്മേൽ പ്രാർത്ഥനയുടെ പാതയിൽ പായുന്നവരാകണം നമ്മൾ. വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാനും അതുപോലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും കൂദാശയ യോഗ്യതകളെ സ്വീകരിക്കുവാനും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നാം ഒരുക്കണം. കുടുംബ പ്രാർത്ഥന ഭക്തിയോടും ഒരുക്കത്തോടും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ചൊല്ലാനുള്ള സമയം നാം കണ്ടെത്തണം. വിശുദ്ധ കാൽവരിയിൽ വിശുദ്ധ കുരിശിന്മേൽ ഈശോ മരണം കൈവരിച്ചപ്പോൾ 3 ആണികൾ ഈ മനുഷ്യകുലത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. മനുഷ്യൻ്റെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം ക്ഷമിക്കുന്ന സ്നേഹം. ആ സ്നേഹമായിരിക്കണം നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരിയാകാൻ, ഒരു ആശ്വാസമാകാൻ ഈ നോമ്പുകാലം നമുക്ക് കഴിയട്ടെ. ആമേൻ.